ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇതൊരു കുട്ടി ഈവനിങ് വ്ളോഗാണ് കേട്ടോ. വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ ഇങ്ങോട്ട് തുടങ്ങും ആലോചിക്കാൻ എന്താ ഇന്നിപ്പോൾ വൈകുന്നേരം ഉണ്ടാക്കാന്നുള്ളത്. പിന്നെ വൈകുന്നേരം എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാനും കഴിക്കാനുള്ള വല്ലാത്തൊരു ക്രേവിങ്സ് ആട്ടോ. ഒന്നെങ്കിൽ പൊരിച്ച കടിയോ അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ വല്ലാത്ത ക്രേവിങ്സാണ് വൈകുന്നേരം ആവുന്ന സമയത്ത്. അപ്പോൾ ഇന്നിങ്ങനെ കുറേ നേരം എന്തുണ്ടാക്കും എന്ന് അങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണ് ഞാനൊരു കാര്യം ആലോചിച്ചത്. ഇസാൻക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാൻ 2 പീസ് ചിക്കൻ മസാല തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നെ ഫ്രഞ്ച് ഫ്രൈസും ഉണ്ട്. എന്നാൽ പിന്നെ ലോഡഡ് ഫ്രൈസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഞാൻ തട്ടിക്കൂട്ട് ലോഡഡ് ഫ്രൈസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷെ എന്നാലും അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എന്താക്കി, ആ ഒരു ചിക്കനിലേക്ക് ഞാൻ നോർമലി ഇസാൻക്ക് കൊണ്ടുപോകാൻ വേണ്ടി വെച്ചതല്ലേ. ഓനക്കാണെങ്കിൽ നാളെ സ്കൂളിൽ നിന്ന് ടൂറ് പോകായതുകൊണ്ട് ലഞ്ചൊക്കെ ഓരെന്നെ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ പിന്നെ നമ്മൾ ലഞ്ചൊന്നും കൊടുത്തിടേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ആ ചിക്കൻ എടുക്കാമെന്ന്. അങ്ങനെ ആകെ 2 പീസ് ചിക്കനും ഉള്ളിരുണ്ടോ, 2 കുഞ്ഞ് പീസ് ചിക്കനും. അത് ഞാൻ നല്ല ചെറുതാക്കി കട്ട് ചെയ്തു. എന്നിട്ട് അതിലേക്ക് വീണ്ടും കുറച്ച് തൈരും മുളക് പൊടിയും ഗരം മസാലയൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തു. കാരണം ഇസാൻക്ക് കൊടുത്തു വിടുന്നതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് മസാല ചേർത്തിട്ടുള്ളൂ, കുറച്ച് മുളക് പൊടിയെ ചേർത്തിട്ടുള്ളൂ. പിന്നെ വീണ്ടും കുറച്ച് പൊടികളും ഒക്കെ ചേർത്തിട്ട് ജസ്റ്റ് ഓയിലിട്ടിട്ട് അതൊന്ന് ഫ്രൈ ആക്കി എടുക്കാമെന്ന് വിചാരിച്ചു. ലോഡഡ് ഫ്രൈസ് ഞാൻ 2 രീതിയിലാണ് ഉണ്ടാക്കുക. ഒന്ന് ഇതേപോലെ നമ്മൾ ചിക്കനൊക്കെ പൊരിക്കുന്നത് പോലെ ആക്കിയിട്ടുണ്ടാക്കും. പിന്നെ ചിക്കൻ പോപ്കോൺ ഇല്ലേ, അത് വെച്ചിട്ട് ഉണ്ടാക്കും കേട്ടോ. രണ്ടും അടിപൊളി ടേസ്റ്റാണ്. രണ്ടിനും രണ്ടിൻ്റേതായിട്ടുള്ള ടേസ്റ്റ് ഉണ്ട്. അപ്പം ഞാനിപ്പോൾ ഇന്ന് ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ഇതാ കുറച്ച് ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ഐറ്റം ഉണ്ടാക്കാൻ ഭയങ്കര സിമ്പിളാണ് കേട്ടോ. എന്നാൽ നല്ല ടേസ്റ്റുള്ള ഒരു സാധനം കൂടിയാണ്. പിന്നെ ഇപ്പം ഇതാണല്ലോ ട്രെൻഡ്. എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ ലോഡഡ് ഫ്രൈസ്. ഞാനിത് ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ ട്രൈ ആക്കി നോക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ ചീസൊക്കെ എപ്പോഴും വാങ്ങി സ്റ്റോക്ക് ചെയ്യും. ഫ്രഞ്ച് ഫ്രൈസ് പിന്നെ ഇവിടെ മിക്ക സമയം ഫ്രിഡ്ജിലുണ്ടാവും, മക്കൾക്കൊക്കെ ഇടയ്ക്ക് ഈവനിങ്ങൊക്കെ ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ അതിൻ്റെ കൂടെ ചീസും കൂടി വാങ്ങി സ്റ്റോക്ക് ചെയ്ത് വെക്കും കേട്ടോ, ഇടയ്ക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് ഞാൻ പെട്ടെന്നെടുത്ത് തീരുമാനമായതുകൊണ്ട് തന്നെ ചീസ് ഞാൻ പുറത്ത് വെക്കാൻ വേണ്ടി മറന്നുപോയി. ഫ്രീസറിലേനും വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കട്ട് ചെയ്തെടുക്കാൻ കുറച്ചധികം ബുദ്ധിമുട്ടിട്ടോ. പക്ഷെ എന്നാലും കുഴപ്പമില്ല, നല്ല ഫുഡ് കഴിക്കുമ്പം അതിന് വല്ലാത്തൊരു സാറ്റിസ്ഫാക്ഷൻ ആണല്ലോ. എനിക്കാണെങ്കിൽ ഈ ഫുഡ് ഇങ്ങനത്തെ ഓരോ ഫുഡ് ഉണ്ടാക്കാനും അത് കഴിക്കാനും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഫുഡ് ഉണ്ടാക്കാനുള്ള എഫേർട്ട് ഞാൻ അത്ര ഓർക്കാറില്ല. പിന്നെ ഇതൊക്കെ ഉണ്ടാക്കി കഴിക്കുമ്പോഴുള്ള ആ ഒരു സാറ്റിസ്ഫാക്ഷന് അത് വല്ലാത്തൊരിതാണ് കേട്ടോ. പ്രത്യേകിച്ച് നമ്മൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വല്ല സ്ട്രെസ്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഫുഡ് ഉണ്ടാക്കിയിട്ടോ വാങ്ങിയിട്ടൊക്കെ കഴിക്കും. അതാകുമ്പം വല്ലാത്തൊരു റിലാക്സേഷനാണ്. അങ്ങനെ ഞാൻ ചീസൊക്കെ ഒരു വിധത്തിൽ കട്ട് ചെയ്തിട്ട് അങ്ങനെ വെച്ചു കേട്ടോ. എന്നിട്ട് പിന്നെ ഇതിലേക്കുള്ള മെയിനായിട്ടുള്ള സോസ് ഉണ്ടാക്കണം. ഞാനിപ്പോൾ ഇവിടെ 3 സോസായിട്ട് എടുക്കുന്നത്. ഒന്ന് ടൊമാറ്റോ സോസും പിന്നെ മയണൈസും മസ്റ്റർഡ് സോസും. ഇത് 3ഉം ഏകദേശം ഒരേ എമൗണ്ടിൽ. മയണൈസ് കുറച്ച് എടുക്കും, മസ്റ്റർഡ് സോസ് പിന്നെ കുറച്ചേ എടുക്കുള്ളൂ കേട്ടോ. മയണൈസിൻ്റെയും കെച്ചപ്പിൻ്റെയും ആ ഒരു ക്വാണ്ടിറ്റിയിൽ എടുക്കില്ല, കുറച്ച് എടുക്കുള്ളൂ. പിന്നെ ഈ ഒരു കെച്ചപ്പും കൂടി മിക്സ് ചെയ്തിട്ട് അതവിടെ മാറ്റി വെക്കും. ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് പെപ്പറും കൂടി ആഡ് ചെയ്യാം കേട്ടോ, കുറച്ചുകൂടി സ്പൈസി ആക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ. ചിലവർക്ക് ഒരുപാട് സോസ് ഉള്ളത് ഇഷ്ടമുണ്ടാവില്ല, അതുപോലെ തന്നെ ഒരുപാട് ചീസ് ഇട്ടത് ഇഷ്ടമുണ്ടാവില്ല. പക്ഷെ എനിക്ക് ചീസും സോസും ഒക്കെ ഒരുപാട് വേണം, അങ്ങനെ കഴിക്കാനാണ് കുറച്ചുകൂടി ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ സോസും ഒക്കെ കുറച്ച് അധികമായിട്ട് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ചീസും കുറച്ചധികം തന്നെ ആഡ് ചെയ്ത് കൊടുക്കും. ഫുഡ് എന്ന് പറയുന്നത് അത് വല്ലാത്തൊരു സംഭവമാണ് കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് ഇഷ്ടമുള്ള സമയത്ത് കിട്ടുമ്പോഴുള്ള മനസ്സിന് ഒരു സന്തോഷം ഉണ്ടാവുമല്ലോ, അത് വല്ലാത്തൊരു സംഭവം തന്നെയാണ്. അങ്ങനെ ഞാനിത് ആ സോസൊക്കെ ഒരു വിധത്തിൽ മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും ചിക്കനും അത്യാവശ്യം ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. എവിടെ പിന്നെ ഇങ്ങനത്തെ ഐറ്റംസ് ഒന്നും എൻ്റെ മക്കൾ കഴിക്കില്ല കേട്ടോ. ഇപ്പോൾ ഫ്രഞ്ച് ഫ്രൈസ് ആണെങ്കിൽ ഫ്രഞ്ച് ഫ്രൈസ് മാത്രം ഫ്രൈ ആക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കഴിക്കും. ഇപ്പോൾ ഈ ലോഡഡ് ഫ്രൈസ് ആകുമ്പോൾ അങ്ങനെ ഒന്നും കഴിക്കില്ല, അതിൽ സോസും എല്ലാ ഐറ്റംസും ഉണ്ടല്ലോ. അപ്പോൾ അതാകുമ്പം രണ്ടാളും കഴിക്കില്ല. ഈ ഞാൻ ലോഡഡ് ഫ്രൈസ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് മിക്ക സമയത്തും ചിക്കൻ പോപ്കോൺ വെച്ചിട്ടാണ് ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ഓർക്ക് വേണ്ടിയിട്ട് കുറച്ച് ചിക്കൻ പോപ്കോൺ അങ്ങനെ സെപ്പറേറ്റ് ആക്കി വെക്കലാണ്, കാരണം ഇവരിതൊന്നും കഴിക്കില്ലല്ലോ. പക്ഷെ എനിക്ക് ഇങ്ങനത്തെ ഐറ്റംസിനോടാണ് ഭയങ്കര താല്പര്യം. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഓർക്കുള്ളതും ഉണ്ടാക്കും, എനിക്കുള്ളതും ഉണ്ടാക്കും. മറ്റേത് നമ്മൾ ഓരോ ഇഷ്ടം മാത്രം നോക്കി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സന്തോഷം വേണ്ടേ. അപ്പോൾ എൻ്റെ സന്തോഷം എന്ന് പറയുന്നത് ഇതൊക്കെയാണ് കേട്ടോ. ഇഷ്ടപ്പെട്ട ഫുഡ് കഴിക്കുക, അതാണ് ഏറ്റവും വലിയ സമാധാനം.
അങ്ങനത്തെ ഏകദേശം എല്ലാ ഐറ്റംസും റെഡി ആയിട്ടുണ്ട്. അപ്പുറത്ത് ഞാൻ ഫ്രഞ്ച് ഫ്രൈസ് എയർ ഫ്രയറിലാണ് കേട്ടോ കുക്കാൻ വെച്ചത്. ഒരു 15 മിനിറ്റ് ഒന്ന് കുക്കായാൽ മതി കണ്ടോ. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പുകൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചീസും ഞാൻ നല്ല ചെറുതാക്കി കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ഹീറ്റ് ചെയ്തെടുക്കേണ്ട പരിപാടിയേ ഉള്ളൂ കേട്ടോ. ഫ്രഞ്ച് ഫ്രൈസ് ഞാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുക. കുറേ ഉണ്ടെങ്കിൽ 2 ലെയറൊക്കെ ആക്കിയിട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതിപ്പം കുറച്ചല്ലേ ഉള്ളൂ, ഞാനൊരു സിംഗിൾ ലെയറിലാണ് ചെയ്തെടുക്കുന്നത്. ഫ്രഞ്ച് ഫ്രൈസ് വെച്ചു, പിന്നെ ചിക്കൻ വെച്ചു, എന്നിട്ട് അതിൻ്റെ മുകളിൽ സോസ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മളെ ചീസും കൂടി വെച്ച് കൊടുത്തിട്ട് ഒരു എയർ ഫ്രയറിൽ ഒരു 5 മിനിറ്റ്സ് ഒക്കെ വെച്ചാൽ മതിയാവും. 5 മിനിറ്റ്സോ 3 മിനിറ്റ്സ് ഒക്കെ വെച്ചാൽ തന്നെ ചീസ് അത്യാവശ്യം നല്ലപോലെ മെൽറ്റായി കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ അതാ ചായ ഉണ്ടാക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ ചായയും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയല്ലേ. അപ്പം ചായക്കുള്ള പാലും വെള്ളമൊക്കെ മിക്സാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 2-3 ഏലക്കായും കൂടി കുത്തി അതിലേക്ക് ഇടുമ്പോൾ അതിൻ്റെ ആ ഒരു ഫ്ലേവറും കൂടി വരുമ്പോണ്ടല്ലോ നല്ല സ്മെല്ലും ഉണ്ടാവും, നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും കേട്ടോ. ഇനി ഏലക്കായും കൂടി കുത്തിയിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ പഞ്ചസാരയും ഞാൻ ഓൾറെഡി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ ഫേവറേറ്റ് ചായപ്പൊടി വല്ലതുണ്ടോ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കണ്ണൻ ദേവൻ സ്ട്രോങ് ഉണ്ട്, ഒരു റെഡ് കളർ പാക്കറ്റ്. അതിൽ ചായ ഉണ്ടാക്കി കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ആ ചായപ്പൊടി വെച്ചിട്ട് അതുണ്ടാക്കുമ്പോൾ എനിക്കെന്തോ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് പോലെ തോന്നും. ഞാൻ ആദ്യം ചായ ഒട്ടും കഴിക്കാത്ത ഒരാളായിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ ഇങ്ങനെ ട്രൈ ആക്കിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഒരു കണ്ണൻ ദേവൻ വെച്ചിട്ട് ഞാനൊരു തവണ വെറുതെ ഒന്ന് ഉണ്ടാക്കി നോക്കിയതിനു. അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കും കേട്ടോ ഈ ഒരു കണ്ണൻ ദേവൻ വെച്ചിട്ട്. പക്ഷേ ആ ഒരു ടേസ്റ്റ് എനിക്ക് വേറെ ഒരു ചായപ്പൊടി വെച്ചിട്ടും ഉണ്ടാക്കിയിട്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മളെ ലോഡഡ് ഫ്രൈസ് ഇവിടെ നല്ല റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ സാധാരണ അവലിൽ വെക്കുന്നതിനേക്കാളും നല്ല പെർഫെക്റ്റ് ആയിട്ട് ചീസൊക്കെ മെൽറ്റായി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എയർ ഫ്രയറിൽ വെക്കുമ്പം. എയർ ഫ്രയറിൽ ഞാനിപ്പോൾ ഇത് ഫസ്റ്റ് ടൈമാണ് ട്രൈ ആക്കുന്നത്. എനിക്ക് തോന്നുന്നു ചീസൊക്കെ ഒന്നുകൂടി നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ അത് അതിൻ്റെ ഇടയിൽ ഞാൻ ചായപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചായ നല്ല സ്ട്രോങ് ചായയാണ് കേട്ടോ, എപ്പോഴും കുടിക്കാൻ ഒന്നുകൂടി ഇഷ്ടം. അങ്ങനെ ചായ റെഡിയായി. ആ കയ്യാലെ തന്നെ ഞാൻ ജസ്റ്റ് കൗണ്ടർ ടോപ്പും ഗ്യാസൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കുന്നുണ്ട്. അതാകുമ്പോൾ പിന്നെ അത്ര കുഴപ്പമുണ്ടാവില്ല. മറ്റേ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ വന്ന് ക്ലീൻ ചെയ്യാമെന്ന് പറയുമ്പം ചെറുതായിട്ട് മടി കൊടുക്കും കേട്ടോ. അപ്പം അത് ഈ ഒരു പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ എന്തോ വലിയ പണി കഴിഞ്ഞ പോലെയാണ് ക്ലീനിങ്ങും പാത്രം കഴുകലൊക്കെ. പിന്നെ ആ കയ്യാലെ ജസ്റ്റ് ഒന്ന് എല്ലാം ഒന്ന് തുടച്ച് വെക്കുന്നുണ്ട്. അങ്ങനെ ചായ കുടിക്കാനുള്ള ടൈമായിട്ടോ. കണ്ടോ ചീസൊക്കെ നല്ല മെൽറ്റായിട്ട് ഇങ്ങനെ വരുന്നത്. ഇതൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിൽ വല്ലാത്തൊരു സന്തോഷമാണ്. അപ്പം ഇങ്ങനെ ലോഡഡ് ഫ്രൈസ് ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ എന്തായാലും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം കേട്ടോ. കണ്ടോ ചീസ് വരുന്നതുണ്ടോ?
അപ്പം എല്ലാവരും ഈ റെസിപ്പി എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഭയങ്കര സിമ്പിളല്ലേ ഉണ്ടാക്കാൻ. ഇനി എയർ ഫ്രയർ ഇല്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമുക്ക് പാനിൽ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. പാനിൽ നമ്മൾ നോർമൽ ഓയിലിൽ ഈ ഫ്രഞ്ച് ഫ്രൈസ് ഫ്രൈ ആക്കി എടുക്കാം. എന്നിട്ടൊരു പാനിൽ ഇതേപോലെ സെറ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി, നല്ല ലോ ഫ്ലെയിമിലാക്കിയിട്ട്. അപ്പം ചീസൊക്കെ നല്ല അടിപൊളിയായിട്ട് മെൽറ്റായി കിട്ടിക്കോളും. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്തോളൂ. പിന്നെ ജസ്റ്റ് ഒരു സ്മൈലെങ്കിലും കമൻറ്റ് അയച്ച് എന്തായാലും ഇടാം. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് പറയാം കേട്ടോ.